ഹായ് ഗായ്സ്, അപ്പോൾ ഞാനിന്ന് പാൽപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനത്തെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. ഉപ്പിട്ടതിന് ശേഷം 2 സ്പൂണ് പഞ്ചസാരയാണ് ഞാൻ ഇട്ടത്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങയും കൂടി ഇടുക. തേങ്ങയും കൂടി ഇട്ടിട്ടായിട്ട് പാലൊഴിച്ച് കൊടുക്കുക. പാൽ ആദ്യം ഒഴിച്ചിട്ടായിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് അതിങ്ങനെ കുഴച്ചിട്ട് എടുക്കുക. കുറച്ചും കൂടി എനിക്ക് പാൽ ആവശ്യം വന്നു. അപ്പോൾ ഞാൻ പിന്നെയും കുറച്ച് കുഴച്ചിട്ടായിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസിയിൽ എത്തിച്ചത്. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. എന്നിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ച്. എന്നിട്ട് പിന്നെ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഗീ തടവി കൊടുത്തിട്ടായിട്ട് നല്ല രീതിയിൽ അത് തടവി കൊടുക്കുക പാത്രത്തിലേക്ക്. എന്നിട്ടായിട്ട് ഈ റെസ്റ്റ് ചെയ്യാൻ വെച്ച സാധനം അതിലേക്ക് എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തതിന് ഞാൻ 2 പാത്രത്തിലാണ് സെറ്റ് ചെയ്തത്. 2 പാത്രമാണ് ഞാൻ സെറ്റ് ചെയ്തത്. എന്നിട്ടായിട്ട് ആവി കയറ്റുന്ന ആ പാത്രത്തിലേക്ക് വെച്ച് കൊടുത്ത്. എന്നിട്ട് നല്ല രീതിയിൽ ആവി കയറ്റിയെടുക്കുക. എന്നിട്ട് നമ്മളെ പാൽപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഒന്നിച്ച് ഞാൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ പാൽപ്പുട്ടും ചിക്കൻ കറിയും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടാ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.